ഫാദേഴ്സ് ഡേക്ക് ഭൂമി അച്യുതനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ച് അവിടെ ഫുള്ള് അലങ്കരിച്ച് എല്ലാവരോടും ചില വിശേഷങ്ങൾ പറയാൻ പോവാണ്. അതിനു മുന്നേ ഇവരോടായിട്ട് പറയും, ഇന്ന് ഇതാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് അഹങ്കാരത്തോടെ ഞാൻ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ അംബികയുടെ മുഖത്ത് വിഷമായിട്ടുള്ളത്. അപ്പോഴായിരിക്കും സത്യദാസ് വരുമ്പോൾ ഭൂമി അങ്ങോട്ട് പോകുന്നത്. ഇത് കാണുന്ന അച്യുതൻ അംബികയുടെ എല്ലാ സത്യങ്ങളും പറയണേ. അതാണ് ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്റ്റേജിൽ വെച്ച് ഫാദേഴ്സ് ഡേയിൽ അച്യുതനെ കുറിച്ച് ഇങ്ങനെ വാത്തോരാതെ സംസാരിക്കുകയാണ് ഭൂമി. എന്നാൽ ഈ സമയം അച്യുതനോട് രണ്ട് വാക്ക് പറയാൻ പറയുമ്പോൾ അച്യുതൻ അവിടെയുള്ള ആ ഫാദേഴ്സ് ഡേയിൽ തൻ്റെ ഫോട്ടോ ആണല്ലോ വെച്ചത്, ആ ഫോട്ടോ തിരിച്ചു ഇടണേ. അതായത് ഫാദേഴ്സ് ഡേ ശരിക്കും ഇന്ന് ആഘോഷിക്കേണ്ടത് സത്യദാസ് ആണെന്നുള്ള നിലയിൽ, അതായത് ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ സത്യദാസ് ആണെന്ന് അവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും. ഇത് കേൾക്കുന്ന സത്യദാസും അജയും എന്തിനും ഭൂമി വരെ ഞെട്ടിപ്പോവും. ഈ സമയം സത്യദാസ് ദേഷ്യത്തിൽ തൻ്റെ മകളെ തന്നിൽ നിന്ന് അകറ്റിയ അച്യുതനോട് ദേഷ്യം ഇരട്ടിയായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വന്നൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ അംബിക ഒന്നും പറയുന്നൊന്നുമില്ല. അംബിക സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. എല്ലാവരും കൂടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇതിനുള്ള പിന്നിലുള്ള കാരണം എന്താണെന്നൊക്കെ പിന്നീട് അച്യുതൻ പറയാമെന്ന് പറയും. ഇതേ സമയം ഇതെല്ലാം അറിഞ്ഞ് ഭവാനി കമാലിനെ വിളിച്ചിട്ട്, നീ ഇനി ഞങ്ങളെ കൊല്ലുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നായിട്ട് എൻ്റെയും എൻ്റെ മകളുടെയും വിധി വരും. അതിനു മുന്നേ 2 എണ്ണത്തിനെയും കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അയാൾ അപ്പം തന്നെ ചെയ്യാനായിട്ട് പോകും കേട്ടോ. അച്യുതനെ കൊല്ലാൻ ശ്രമിക്കുകയാണെ. അംബിക തടയാൻ ശ്രമിക്കുമ്പോൾ അംബികയെ പിടിച്ചുന്തുന്നുണ്ട്. അംബികയുടെ തല അവിടെ ചുമരിലിടിച്ച് ബോധം പോകും. ഈ സമയത്ത് ആ അച്യുതനെ പിടിച്ചു വലിച്ച് കത്തിയുണ്ട് പിന്നിന്ന് കുത്താട്ടോ ആ കമാൽ ചെയ്യുന്നത്. അപ്പം തന്നെ അച്യുതൻ മരിക്കുന്നുണ്ട്. അംബിക എണീറ്റ് വരുമ്പോഴേക്കും അച്യുതനെ കുത്തി കൊലപ്പെടുത്തും. അംബിക ഇനി സങ്കടത്തോടു കൂടെ കരയണോ, ഇനി അംബികേനെ കൊല്ലുകയാണോ എന്നറിയില്ല. എന്തായാലും അംബികയും മരിക്കുന്നുണ്ട്. അച്യുതനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നീട് നാട്ടുകാരും പോലീസുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഭൂമിയുണ്ട്. ഈ സമയം പോലീസ് വന്ന് ഡോറ് തുറക്കാൻ പറയും. ആരും ഡോറ് തുറക്കാതാവുമ്പോൾ അജയ് തന്നെ ആ ഡോറ് തള്ളി പൊളിക്കാട്ടോ. അങ്ങനെ പിന്നീട് അകത്ത് കയറുമ്പോൾ അച്യുതൻ മരിച്ചതാണ് കാണുന്നത്. ഇത് കാണുന്ന അജയും സത്യദാസും അവിടെ മുത്തശ്ശിയൊക്കെ ഉണ്ട്. എല്ലാവരും ഞെട്ടും. ഭൂമിക്കിത് തീരെ താങ്ങാൻ പറ്റുന്നില്ല. ഭൂമി ഉറക്കെ അച്ഛന്ന് വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ ഭൂമിനെ എല്ലാവരും അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് രാത്രിയിലൊക്കെ ഭൂമി അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. പിന്നെ ആംബുലൻസ് വന്ന് ബോഡി കൊണ്ടുപോകുമ്പോൾ ഭൂമി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ്റെ കാറുണ്ടല്ലോ, ആ കാറിലിങ്ങനെ നോക്കി ഇരിക്കും. പിന്നെ ആ മഴയും കൊണ്ട് ആ കാറിൻ്റെ മുകളിൽ തലവെച്ച് കിടക്കുന്നിടത്താണ് ഈ പ്രമോ കഴിയുന്നത്.